അപ്പോൾ ദേ നമുക്ക് വൈകിട്ട് ഒരു 7 മണിയായപ്പോൾ ഒരു ഗസ്റ്റ് വന്നു കേട്ടോ. വേറെ ആരുമല്ല, ചേട്ടൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വിറക് തീർന്നപ്പോൾ വിറകും കൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ടായാലും പിന്നെ നമ്മൾ വന്നാക്ക നമ്മൾ ചായ കൊടുക്കണ്ടേ. അപ്പം ഞാൻ നോക്കിയപ്പോൾ മിച്ചർ മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ. ഇച്ചിരി പഴമുണ്ട്. പഴം പിന്നെ പിള്ളേർക്ക് നമ്മൾ നെയ്യിലാക്കി ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ വന്നാക്ക് പഴംപൊരി വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് പഴംപൊരി ഉണ്ടാക്കാമെന്ന്. അപ്പം നോക്കിയപ്പോൾ ദേ മൈദയും തീർന്നു, കുറച്ചേ ഉള്ളൂ. അപ്പം എന്നാൽ ഒരു തട്ടിക്കൂട്ടിൽ പഴംപൊരി ഉണ്ടാക്കി നോക്കാം, നന്നാവുകയാണെങ്കിൽ നന്നാട്ടെ എന്ന് കരുതി ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് വെള്ളം സെറ്റാക്കിങ്ങാണ്ട് റെഡിയാക്കി. അപ്പോൾ നോക്കിയപ്പോൾ ഇച്ചിരി ലൂസ് ആണ്, പക്ഷേ ഒരു 2 പഴത്തിനുള്ള പഴംപൊരിയേ ഉള്ളൂ. പക്ഷേ എന്നാലും ഉണ്ടാക്കുമ്പോൾ നമ്മൾ പിള്ളേരും കൂടി ഇല്ലേ, ആർക്കും കൂടി കൊടുക്കണ്ടേ, പിന്നെ കുഞ്ഞു മക്കളാകുമ്പോൾ നോക്കണ്ട. പിന്നെ ഇവിടെ പഴംപൊരി പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഗോതമ്പ് പൊടിയും കൂടിയും ചേർത്തുകൊണ്ട് എന്തോ വരുന്നത് വെച്ച് വരട്ടെ എന്നും പറഞ്ഞുണ്ടാക്കിയ കേട്ടോ. നന്നാവുന്നൊരു പ്രതീക്ഷയില്ല കേട്ടോ, പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ എനിക്ക് നന്നായി കിട്ടിയിരുന്നു കേട്ടോ. നമ്മൾ പേടിച്ച് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഏതൊരു ഇതുണ്ടാക്കുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടായാൽ ആ ഫുഡ് നന്നാവുമെന്ന് അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനിത് കൊടുക്കുമ്പോൾ ദൈവമേ കൊളാവരുത്, എന്നെ നാണം കെടുത്തരുതെന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടാട്ടോ ഞാൻ ദേ 2 കൊതിയന്മാർ ആയ അമ്മയെന്നും പറഞ്ഞെങ്ങാണ്ട് വന്ന് നിൽക്കുക കേട്ടോ. ഏതായാലും പഴംപൊരി നല്ല ഭംഗിയിൽ എനിക്കായി കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് പേപ്പർ നമ്മൾ എടുക്കുന്ന പേപ്പറിൽ അതൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ സാധാ ഒരു A4 വെച്ചാണ് ഞാൻ. പക്ഷേ എനിക്ക് ഈ ഒരു ഗോതമ്പ് പൊടി ഇട്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്താ പറയുക, ഇതിൽ തീരെ എണ്ണ പിടിക്കുന്നില്ല.